ഈ കാക്കയുടെ ചിറകുകളിൽ എന്തോ എഴുതിയിരുന്നു. ഇടത് ചിറകിൽ എന്റെ കരൾ തിന്നുന്നവൻ രാജാവാകുമെന്നും വലത് ചിറകിൽ എന്റെ ഹൃദയം തിന്നുന്നവൻ തലയണയ്ക്കടിയിൽ നിന്ന് ദിവസവും 3 സ്വർണ്ണ നാണയങ്ങൾ കണ്ടെത്തുമെന്നുമാണ് എഴുതിയിരുന്നത്. വിശക്കുന്ന ആ ദരിദ്രൻ കാക്കയെ പിടിച്ച് തിന്നാൻ വിചാരിക്കുന്നു. പക്ഷെ അതിന്റെ തിളങ്ങുന്ന മുഖഭാവങ്ങൾ കണ്ടപ്പോൾ ആ മനുഷ്യന്റെ മനസ്സ് മാറി. അവന് കാക്കയുടെ ചിറകിൽ എന്താണ് എഴുതിയതെന്ന് വായിക്കാൻ കഴിഞ്ഞില്ല. കാരണം അയാൾക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. അതിനാൽ മറ്റൊരു മനുഷ്യനെ സഹായിക്കാനായിട്ട് വിളിച്ചു. എന്നാൽ അയാൾ എഴുതിയ ആ രഹസ്യം മനസ്സിലാക്കിയതും അയാൾ കള്ളം പറഞ്ഞ ആ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചു. കാക്ക ഉടനെ മരിക്കുമെന്ന് പറയുകയും അതിനാൽ ഇപ്പോൾ അതിനെ കഴിക്കുന്നതാണ് നല്ലതെന്നും അഭിപ്രായപ്പെട്ടു. കാക്കയുടെ മാംസത്തിന് 1000 സ്വർണ്ണ നാണയങ്ങൾ പോലും അവൻ വാഗ്ദാനം ചെയ്തു. അത്യാഗ്രഹം കാരണം ദരിദ്രൻ കാക്കയെ കൊന്ന് പാചകം ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവൻ അവിടെ നിന്ന് മാറിയപ്പോൾ അവന്റെ മക്കൾ കാക്കയുടെ കരളും ഹൃദയവും തിന്നു. അത് മനസ്സിലായ ദരിദ്രൻ അവരോടായിട്ട് ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി. അവർ രണ്ടുപേരും ഒരു നഗരത്തിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ ഒരു സ്വർണ്ണ ബെഞ്ചിൽ ഉറങ്ങി. വൈകാതെ പട്ടണത്തിലെ ആളുകൾ ആർപ്പ് വിളിക്കാൻ തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല, സ്വർണ്ണ ബെഞ്ചിൽ ഉറങ്ങുന്ന മൂത്ത മകനെ അവർ രാജാവായിട്ട് തിരഞ്ഞെടുത്തു. ഇളയ മകനോ എല്ലാ ദിവസവും തലയണയ്ക്കടിയിൽ നിന്ന് 3 സ്വർണ്ണ നാണയങ്ങൾ വീതം ലഭിക്കാനും തുടങ്ങി.